മക്കളല്ലേ, ചെറുപ്പമല്ലേ, അവർ കളിച്ചു വളരട്ടെ, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ബാല്യം ഇല്ലാതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ വളരെ ചുരുക്കം പാരൻസ് എന്നൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. എപ്പോഴെന്നറിയോ, വളരെ ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് നല്ല കൺസെപ്റ്റൽ ലേണിംഗ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വളരെ ചുരുക്കം ചില കമൻറ്റുകളാണിത്. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി, തൊലിപ്പുറത്ത് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നുന്ന ഒരു കാര്യമാണിത്. ചെറുപ്പത്തിൽ എന്തിനാണ് ഇങ്ങനെ പഠിത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സയൻസ് മാത്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് അവരുടെ ചൈൽഡ്ഹുഡ് റൂയിൻ ചെയ്യുന്നത് എന്നൊക്കെ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലേ, വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ലെറ്റ് ദ ചിൽഡ്രൻ എൻജോയ് ദ ചൈൽഡ്ഹുഡ്, അവരുടെ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യട്ടെ, അവർ കളിച്ചു വളരട്ടെ, അവർ പാറിപ്പറന്ന് നടക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ നന്നായി പഠിക്കുക എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റൽ ലേണിംഗ് പോസിബിൾ ആക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അവരുടെ ചൈൽഡ്ഹുഡ് ഇല്ലാതാക്കുക, അവരുടെ എല്ലാ എൻജോയ്മെൻറ്റും ഇല്ലാതാക്കുക എന്നുള്ളതാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ചിന്ത തന്നെ ഒരു ഫോൾസ് ഇക്വലൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഫോൾസ് ചോയ്സ് ആണ്. യഥാർത്ഥത്തിൽ ഒരു ഫോൾസ് ഡിലേമ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ പഠനം വേഴ്സസ് ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യാം. ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പഠനം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന ഒരു ഫോൾസ് ഡിലേമ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എല്ലാം അടങ്ങുന്നതാണ് അല്ലേ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ലേണിംഗ് അതിൽ പെട്ടതാണ്. പ്ലേയിങ്, അതേപോലെ തന്നെ എക്സ്പ്ലോറിങ് അല്ലേ, കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമാണ്. ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമാണ്. ഹോബീസ് എൻജോയ് ചെയ്യുക എന്നുള്ളത് ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമാണ്. ഇതിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചൈൽഡ്ഹുഡ്, ഈ പറഞ്ഞ ലേണിംഗ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൻ്റെ പുറത്തുള്ള എന്തോ ഒരു കാര്യം നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് നമ്മൾ വിചാരിക്കാൻ തന്നെ പാടില്ല. അത് തീർത്തും ഒരു ഫോൾസ് ഡിലേമയാണ്. ഒന്നുകിൽ പഠനം അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിലേമ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ, പാരൻസ് തന്നെ കുട്ടികളോട് പറയാണ്, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, നിങ്ങൾ പഠിച്ചോളൂ എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യാണ്, നമുക്ക് രണ്ട് ചോയ്സ് കൊടുക്കാൻ. പഠനത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് എൻജോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ജീവിതാവസാനം വരെ അവർ മനസ്സിലാക്കുക, പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ എൻജോയ്മെൻറ്റിനൊക്കെ വിരുദ്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്ന ഒരു ചിന്ത അവരിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയാണ് അത്തരമൊരു ചിന്താഗതികൾ കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനത്തെ വളരെ ഗൗരവകരമായി ഈ വിഷയത്തിൽ അറിവുള്ളവരും അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവരും എന്തുകൊണ്ടാണ് ചൈൽഡ്ഹുഡിന് അത്രമേൽ പ്രാധാന്യത്തോടു കൂടി പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മക്കളുടെ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ബ്രെയിനിന് നമ്മുടെ ബ്രെയിൻ ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ദാറ്റ് ഈസ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതലുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രെയിനിന് അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ചെറുപ്പകാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് അവരുടെ ബ്രെയിനിൽ എന്താണോ അവർ കൂടുതലായി ചെയ്യുന്നത് ആ ഏരിയാസ് ഡെവലപ്പ് ആവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, ബ്രെയിൻ അഡാപ്റ്റബിൾ ആയ ചൈൽഡ്ഹുഡ് സമയത്ത് തന്നെ പരമാവധി നല്ല രസകരമായി അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരുപാട് മാത്ത് പ്രോബ്ലംസ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നന്നായി ഡെവലപ്പ് ആവും, അവിടുത്തെ ന്യൂറോൺസ് നന്നായി ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചെറുപ്പത്തിൽ നന്നായി പാട്ടുപാടി ആ രൂപത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങളുടെ മക്കളുടെ ബ്രെയിനിൻ്റെ ആ ഏരിയാസ് ഡെവലപ്പ് ആകും. നിങ്ങളുടെ മക്കൾ ചെറുപ്പത്തിൽ നന്നായി വായിച്ചു എഴുതി എന്ന് വിചാരിക്കുക. എങ്കിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബ്രെയിനിൻ്റെ ഏരിയാസ് ഡെവലപ്പ് ആകും. അപ്പോൾ ഈ ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ കൂടുതൽ ചെയ്യുന്നത് ആ ഏരിയാസ് ഡെവലപ്പ് ആകിയ രൂപത്തിലുള്ള ബ്രെയിനാണ് പിന്നെ നമുക്ക് മരണകാലം വരേക്കുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ അവരിങ്ങനെ കളിച്ച് നടന്നോട്ടെ, കുറച്ചുകൂടിയൊക്കെ ഒരു വകതിരിവൊക്കെ എത്തുമ്പോൾ അവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, ചെറുപ്പത്തിൽ അവരിങ്ങനെ കളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു തരം എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അതിലേക്ക് മാത്രമായി അവർ പോവുകയും അവർ ഫോണിൽ കളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം വേസ്റ്റ് ആക്കുകയും അവരുടെ നിർബന്ധമായും ഡെവലപ്പ് ആവേണ്ട ഏരിയാസ് ഡെവലപ്പ് ആവാതെ അവർക്ക് പിന്നീടും എന്ന് വെച്ചാൽ ഈ വകതിരിവ് ഉണ്ടാകുന്ന കാലം നമ്മൾ പറയുന്നില്ലേ, ആ സമയമാകുമ്പോഴേക്കും അവർക്ക് പഠിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ കോംപ്രിഹെൻഡ് ചെയ്യാനോ ഒന്നിരുന്ന് പിന്നെ വായിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരുടെ ബ്രെയിൻ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അഡൽട്ട് ബ്രെയിൻ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി വളരെ കുറവാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ക്ലേ കിട്ടിയതുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ക്ലേ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. എന്നാൽ അഡൽട്ട് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ
പിന്നെ അഡാപ്റ്റബിലിറ്റി കുറവുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ലാംഗ്വേജ് ആൻഡ് റീസണിങ്, മാത്തമാറ്റിക്സ് ആൻഡ് പാറ്റേൺസ്, അതേപോലെ തന്നെ ഹാബിറ്റ് ബിൽഡിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് സംഭവിക്കുന്നത് ചെറുപ്പകാലത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അവർക്ക് എൻജോയ്മെൻറ്റിനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെയാണ് ഒരുക്കേണ്ടത്. അതേപോലെ തന്നെ അവർക്ക് ഫ്രണ്ട്ഷിപ്പിനും അതേപോലെ തന്നെ ഹോബീസ് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൻ്റെ കൂടെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി അതിൻ്റെ ഒരു ചെറിയൊരു സമയം, ഞാൻ പറയുന്നത് 24 മണിക്കൂറിലെ ഒരു ദിവസം, അതിൻ്റെ വളരെ ചെറിയ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ ഒരു ദിവസം അവരുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ള അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഗൗരവകരമാണ്. അത് ചെയ്തില്ലെങ്കിൽ, അത് നമ്മൾ ഈ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരേക്കും അവരോട് നമ്മൾ ചെയ്യുന്ന ഒരു ഉപദ്രവമായിരിക്കും അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം ചെറുപ്പത്തിൽ തന്നെ അവരെ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹറാസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെയല്ല, അത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. മറിച്ച് അവർക്ക് പഠിക്കാനുള്ള എൻവയോൺമെൻറ്റ്സ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡിലേയിങ് ലേണിംഗ് ഹാസ് കോൺസിക്വൻസസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ, വകതിരിവ് വന്നിട്ടാവട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ബേസിക്സ് വീക്കാവും. അതുപോലെ തന്നെ അത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര ഹാർഡായിരിക്കും. കാരണം അഡൽട്ട് ബ്രെയിനിന് അത് കൂടുതൽ പഠിച്ചെടുക്കാനുള്ള ഒരു ഈസിനെസ് ചെറിയ കുട്ടികളുടെ ബ്രെയിനിൻ്റെ അത്ര ഉണ്ടാവില്ല. അതേപോലെ തന്നെ എത്രത്തോളം നമ്മൾ വൈകിപ്പിക്കുന്നു അത്രത്തോളം സ്ട്രഗിൾസ് ഇൻറ്റൻസിഫൈ ചെയ്യും. അതേപോലെ തന്നെ പ്രഷർ റൈസസ് നോട്ട് ഫാൾസ്, അല്ലേ? നമ്മൾ സാധാരണ കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ എന്താ പറയുക, വെറുതെ പ്രഷർ കൊടുക്കേണ്ടെന്ന് പറയുക, അല്ലേ? പക്ഷേ നമ്മൾ എത്രത്തോളം ലേണിംഗ് ഡിലേ ചെയ്യുന്നോ അത്രത്തോളം അവരുടെ ലൈഫിൽ പ്രഷർ കൂടുകയാണ് ചെയ്യുക. കാരണം അവർ വലുതാവുന്നതിനനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള പ്രയാസം കൂടി വരും. അപ്പം ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ബേസിക്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലുതാകുന്നതിനനുസരിച്ച് ആ പ്രഷർ ബിൽഡപ്പ് ചെയ്ത് അവരെ നമ്മൾ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കുകയാണ്, ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു റിയൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയും, ക്വസ്റ്റ്യൻസ് ചോദിക്കലും, റീഡിങ്ങും, പ്ലേയിങ്ങും, ക്യാരക്ടർ ബിൽഡിങ്ങും, ഫാമിലി ഇൻട്രാക്ഷനും, പ്രോബ്ലം സോൾവിങ്ങും, ക്രിയേറ്റിവിറ്റിയും എല്ലാം അടങ്ങുന്നതായിരിക്കണം. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു ഫോണും കൊടുത്ത് അതിൽ വല്ല കാർട്ടൂൺ ഇട്ട് കൊടുത്ത് ലെറ്റ് ദം എൻജോയ് ദെയർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടൽ മാത്രമാണ്. കാരണം എന്താ, നമ്മൾ ഈ ഒരു ഫോണിൽ അവർക്ക് സ്ക്രോൾ ചെയ്യാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ വല്ല കാർട്ടൂൺ ഇട്ട് കൊടുക്കുകയോ ചെയ്യുന്നതിലൂടെ അവർ ഒരു സന്തോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ബാക്കി ഈ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ഇല്ലാതായി പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എൻജോയ്മെൻറ്റ് വേണം, എൻ്റർടൈൻമെൻറ്റ് വേണം. അതിനപ്പുറത്തേക്കുള്ള അവർക്ക് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇതിൽ ഒരു വളരെ ജെന്യുവനായൊരു ആസ്പെക്റ്റ് ഉണ്ട്. ചില പാരൻസ് എങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വല്ലാതെ പ്രയാസപ്പെടുത്തി അവർക്ക് സാധിക്കാത്ത രൂപത്തിൽ അവരെ നിരന്തരം പ്രഷറൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടുന്ന ചില ഏരിയാസ് ഉണ്ട്. എന്താണ്, എക്സസീവായിട്ടുള്ള ഹോം വർക്ക്സ് കൊടുക്കുക, അല്ലെങ്കിൽ നിരന്തരം അവരെ ആ നിലക്ക് ഹരാസ് ചെയ്യുക, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ. ഓരോ കുട്ടിക്കും അവരുടേതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും, അല്ലേ? ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ടാർഗറ്റ്സ് കൊടുക്കേണ്ടത്, ഗോൾസ് അസൈൻ ചെയ്യേണ്ടത്. കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക, അല്ലേ? എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്ത് അവൻ്റെ മാർക്ക് നോക്കൂ, അവൻ 100ൽ 99 വാങ്ങിയല്ലോ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്നത് കുട്ടിയുടെ ചൈൽഡ്ഹുഡ് റൂയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഒരു ബ്ലൈൻഡായ മെമ്മറൈസേഷന് വേണ്ടി അവരെ നിർബന്ധിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ, കൺസെപ്ച്വൽ ലേണിംഗ് ഇല്ലാതെ മെമ്മറൈസേഷന് വേണ്ടി മാത്രം നിർബന്ധിക്കുക എന്നുള്ളതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് എന്താണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, കൺസെപ്ച്വൽ ലേണിംഗ്. ഓരോ കാര്യങ്ങളെ കൺസെപ്ച്വലി അവരുടേതായ രീതിയിൽ അവർ പഠിക്കുക, റീഡിങ് ഹാബിറ്റ്സ്, ക്രിറ്റിക്കൽ തിങ്കിങ്, ഏജ് അപ്രോപ്രിയേറ്റുള്ള ചലഞ്ചസ് അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ജോയ്ഫുൾ ആയിട്ടുള്ള ലേണിങ്ങിനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക. ഇതിനൊക്കെ പലതരത്തിലുള്ള രീതികൾ നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആണ്, അല്ലേ? പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അത് ചെയ്യുക. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക. അതിനർത്ഥം ഇത് ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തീരെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലേണിങ്ങിനോ പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ഒരു പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു ചെറിയ തൈ നട്ട് വളർത്തുന്നത് പോലെയാണ് ഒരു കുട്ടിയെ വളർത്തുക നമ്മൾ പറയും, അല്ലേ? ഒരു ചെറിയൊരു തൈക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിന് വളം കൊടുക്കുന്നതോ ഒരിക്കലും അതിൻ്റെ നാച്ചുറൽ ഗ്രോത്തിനെ തടയുക എന്നുള്ളതല്ല. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് കൺസെപ്ച്വൽ ലേണിങ്ങിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് അത് അവരുടെ നാച്ചുറലായ ഒരു ചൈൽഡ്ഹുഡിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. അത് അവർക്ക് ആ ചൈൽഡ്ഹുഡിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അതിനുള്ള
അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങളുടെ ഭാഗമാണ് നല്ല അത്തരം ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും അത്തരം എൻവയൺമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ് ഹാബിറ്റ്സും മോറൽ വാല്യൂസും അതേപോലെ തന്നെ വാക്സിനേഷൻ എന്ന് വെച്ചാൽ അത് വെറും മെഡിക്കൽ വാക്സിനേഷൻ മാത്രമല്ല, വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നിന്നുള്ള അവരെ തടയാനുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ നല്ല ന്യൂട്രീഷൻ കൊടുക്കുക, ഇതൊക്കെ ഈ ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോറായിട്ട് കൊടുക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ടൈം ടു ബി എൻ്റർടൈൻ. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു സമയമല്ല ശരിക്കും ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ. ബാക്കി മൊത്തത്തിൽ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ഒരു ഓവറോൾ പ്രോസസ്സ് നടക്കുന്ന ഒരു സമയമാണ്. അവിടെ അവരുടെ എൻ്റർടൈൻമെൻറ്റ് വേണം, അതൊരു ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ബാക്കി എല്ലാ കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടുന്ന രൂപത്തിലേക്കുള്ള ലോങ് ടേം വിഷനോട് കൂടിയുള്ള ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രൂപത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കും.